എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ നന്നായിട്ട് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ മുതൽ ഈ ഒരു നാളത്തെ പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു മാർക്ക്, അതായത് നിങ്ങൾക്ക് +1 പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ SSLCയുടെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സും അതുപോലെ തന്നെ സ്കൂളും നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷനായിട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ജയിക്കാനായിട്ട്, അതായത് SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് മിനിമം നിങ്ങൾ എത്ര മാർക്ക് വായിക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ജയിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ സബ്ജക്റ്റുകളും ചിലപ്പോൾ ടഫായിരിക്കും അല്ലെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി അതൊന്നും ആലോചിക്കാതെ നിങ്ങൾ ഇപ്പോൾ, അതായത് ഇനിയും സമയം വൈകിട്ടില്ല, പരീക്ഷ നാളെ മുതൽ ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം എത്ര മാർക്ക് വായിക്കണം എന്നുള്ളതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വായിക്കാനായിട്ട് പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജയിക്കാനായിട്ട് ഇത്ര മാർക്കേ വേണ്ടൂ എന്നുള്ളത് കരുതി കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തടസ്സമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് ഇപ്പോഴും പഠിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 5 മാർക്കും അതുപോലെ തന്നെ 100 മാർക്ക്, അതായത് 100 എന്ന് പറഞ്ഞാൽ അതിൽ 50 മാർക്കാണ് എഴുത്ത് പരീക്ഷ, അതിൽ നിങ്ങൾക്ക് 10 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ നേടിയിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് 2 മാർക്ക് കിട്ടിയാൽ പാസ്സാവുമോ അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടിയാൽ പാസ്സാവുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ മിനിമം 5 മാർക്കെങ്കിലും വായിക്കണം, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മിനിമം 40 മാർക്കെങ്കിലും വായിക്കണം. അപ്പോൾ ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പാസ്സാവും എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും. അപ്പോൾ ഈ ഒരു 40-ൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്, നിങ്ങൾ വാങ്ങിക്കുന്ന മാർക്ക് ഒരു 5 മാർക്കാണെന്ന് കരുതുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് ഒരു 10 മാർക്കാണെങ്കിൽ ഇതിനോടൊപ്പം 40-നോടൊപ്പമുള്ള CE മാർക്ക് 10 മാർക്കാണ്. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിന് 20 മാർക്കാണ് CE മാർക്ക്. ഈ ഒരു CE മാർക്ക് കൂട്ടുന്ന സമയത്ത് ഇത് 15 മാർക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് 30 മാർക്കുമായിട്ട് വരും. അപ്പോൾ ഈ ഒരു 30 മാർക്കും അതുപോലെ 15 മാർക്കും എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ CE ഉൾപ്പെടെയുള്ള മാർക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ 30% തൊട്ട് 39% ഇടയിൽ ആയിട്ട് വരുന്ന മാർക്കാണ് ഈ ഒരു 15ഉം അതുപോലെ തന്നെ 30ഉം. അതായത് നിങ്ങൾക്ക് 40ഉം 10ഉം 50, 40 മാർക്കും 10 മാർക്ക് CE മാർക്കും ടോട്ടൽ 50 മാർക്ക്. 50 മാർക്കിൻ്റെ 30% എന്ന് പറയുന്നത് 15 മാർക്കാണ്. 30 മുതൽ 39 എന്ന് പറയുമ്പോൾ ഏകദേശം 15 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് ലഭിക്കും. അതായത് D+ ഗ്രേഡ് ലഭിച്ചാലാണ് ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് D+ ഗ്രേഡോ അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള ഏതെങ്കിലും ഗ്രേഡുകളോ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. DO EO ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആണ്, അതായത് തോറ്റു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വായിക്കുമ്പോൾ, അതായത് ഏകദേശം ഒരു B ഗ്രേഡോ അല്ലെങ്കിൽ B+ ഗ്രേഡോ എങ്കിലും മിനിമം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ D+ ഗ്രേഡിന് മുകളിലായിട്ട് വായിക്കുന്നതിനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ സബ്ജക്റ്റ് മാർക്ക് വരുന്നത് 100 മാർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കാണ്. 30 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 20 മാർക്ക് CEയും ലഭിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 30 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാണ്. അത് 30 മുതൽ 40 വരെ, അതായത് 39 വരെ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാണ് എന്നുള്ളത് പറയാം. അതായത് D+ ഗ്രേഡാണ് അതിന് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആ ഒരു SSLC പാസ്സാകാൻ സാധിക്കും. അതായത് വിദ്യാർത്ഥികൾക്ക് 90%-ൽ താഴെയാണ് മാർക്ക് ലഭിക്കുന്നത് എങ്കിൽ
അതിനോടൊപ്പം ഏത് സബ്ജക്റ്റിനാണോ ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് ആവശ്യമുള്ളത് അതിനോടൊപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 90% താഴെയാണ് ആ ഒരു മാർക്ക് ലഭിക്കുന്നത് എങ്കിൽ അതേ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം നിബന്ധന ഉണ്ടായിരുന്നത്. അതായത് 90% മുകളിൽ A+ ആണ്. അപ്പോൾ അതിന് താഴെ ഗ്രേഡ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മാർക്ക് ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. അതായത് A+A, B+B ഈ രീതിയിൽ ഗ്രേഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ശതമാനം മാർക്ക് ലഭിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് മെച്ചപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ജസ്റ്റ് ഒരു 5-10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾക്ക് തുടർ പഠനത്തിന് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണ്ട മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു 5-10 മാർക്ക് വാങ്ങിക്കാതെ നിങ്ങളൊരു 40 അല്ലെങ്കിൽ 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 60 മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതേ രീതിയിൽ എക്സാമിനേഷൻ എഴുതുക. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ആ ഒരു എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 20 അല്ലെങ്കിൽ 40 മാർക്ക് മിനിമം എങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ജയിക്കാൻ വേണ്ടത് CE നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ 5-10 മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. CE ഫുള്ളായിട്ട് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് മാർക്ക് വാങ്ങിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജയിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, അതായത് D ഗ്രേഡോ E ഗ്രേഡോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് ശേഷം സേ പരീക്ഷ നടത്തപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ജയിക്കാതിരിക്കുകയാണെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് +1 അഡ്മിഷൻ ലഭിക്കാനായിട്ട് വൈകുന്നതായിരിക്കും. കാരണം SSLC ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ അപേക്ഷയിൽ തന്നെ 3 ഘട്ടമായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഈ ഒരു രീതിയിൽ 3 അലോട്ട്മെൻറ്റുകൾ സാധാരണ തീരണം. ചില വർഷങ്ങളിൽ ഏകദേശം 2 അലോട്ട്മെൻറ്റാണ് ആദ്യ മെയിൻ ഘട്ടത്തിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ സ്കൂളുകൾ അതുപോലെ തന്നെ ആ ഒരു സീറ്റുകളൊക്കെ ഏകദേശം ഫില്ല് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കാതെ ഇപ്പോഴേ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് +1-ൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ മാർക്ക് പെർസെൻറ്റേജ് അത് കൂട്ടുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതായാലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ